ഹലോ ഗൈസ്, എങ്ങനെ വൈത്തിരി ഫാമിൻ്റെ അൺബോക്സിംഗ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ പാർട്ട് 1 കാണാത്തവർ ആ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അവിടെ പോയിട്ട് നിൽക്കിയിട്ടുണ്ടെങ്കിൽ പാർട്ട് 1 കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ രാത്രിക്കായപ്പോൾ അവിടേക്ക് കയറിയത്. ഇവിടെ കുറേ ജീവജാലകങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഇതെന്ത് സാധനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സിലിക്കി എന്നാണ് പേര്. ഇറ്റ്സ് ഫ്രം ചൈന. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത് പന്നി പോലുള്ള ലൈക്ക് തൂവലുകളുള്ള കോഴിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ആട് കുറച്ച് ഭീകരകാരിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് കൂടുതൽ നിലനിന്നില്ല. പിന്നെ ഇതാ നമ്മൾ സമാധാനമായി അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന കുറച്ച് കഴുതകളും പിന്നെ കുതിരകളും ഒട്ടകങ്ങളും. അങ്ങനെ അവിടുന്ന് നേരെ തിരിഞ്ഞപ്പം അവിടെ ഇതാ ഫുള്ള് മീനുകളുടെ ചാകര. ഇതല്ല കേട്ടോ, ഇവിടെ മീനുകളുടെ ചാകരയില്ല. കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ അവിടെ ഫുള്ള് മീനുകളുടെ ചാകരയാണ്. നമ്മൾ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലെ യൂട്യൂബ് ചാനലാണ് ഇത്രയും കോഴിക്കാർപ്പ് ഞാൻ കണ്ടത്. പിന്നെ എൻ്റെ ലൈഫിൽ ലൈവായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. ഇനി അങ്ങോട്ട് വരുന്ന സെക്ഷൻസ് ഫുള്ള് ബേർഡ്സും സ്നേക്സും ഒക്കെയാണ്. ജീവികളിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള 2 സാധനങ്ങളാണ്. ഒന്ന് പാമ്പും 2 ഇഗ്വാനയാണ്. ഇനി നിങ്ങൾ എലി യന്ത്രൂനാലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആ സംഭവമാണ് ഈ കാണുന്നത്. ഇനി ഞാൻ ഈ ഒരു കൂടിൻ്റെ അടുത്തേക്ക് വന്നപ്പം എൻ്റെ അടുത്തേക്ക് വേഗം പറന്നു വന്നൊരു കിളിയാണിത്. ഇതെന്തെങ്കിലും ഫുഡിന് വേണ്ടിയിട്ടാണ് തോന്നി കളിക്കുന്നത്. ബട്ട് എൻ്റെ അടുത്ത് ഫുഡും ഇല്ല. പിന്നെ അവിടേക്ക് ഫുഡ് കൊടുക്കുന്നത് റെസ്ട്രിക്റ്റഡുമാണ്. പിന്നെ ഒരു റോ മൊത്തം താറാവുകളാണ്. പക്ഷേ എന്താ പറയുക, അവർക്കൊക്കെ ഭയങ്കര ജാഡാണ്. ഇവർ കണ്ടിലിരിക്കുന്ന ജാഡ പ്രോ മാക്സ്. ഇനി നെക്സ്റ്റ് കേസിൽ 2 കപ്പിൾസ് ആയിരിക്കുന്നത്. അവർ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. ലെറ്റ്സ് ഗോ. എൻ്റെ സ്കൂളിൽ കുറേ വലിയ കോഴികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂട്ടിലാക്കിയിട്ട് വലിയ കോഴിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ പൂച്ചയുടെ കൂടിൻ്റെ അടുത്തേക്ക് പോയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്ന് സോ ക്യൂട്ട് റൈറ്റ്. യാ. നെക്സ്റ്റ് പൂച്ചനെ എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ. ഏതോ ഒരു കാർട്ടൂണിലാത്ത തോന്നുന്നു. അറിയുന്നവർ കമൻറ്റ് ബിലോ. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം പാമ്പും എലിയും ഫ്ലൈങ് ഫാലഞ്ചസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചെറിയ കാംഗറൂൻ്റെ കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതെല്ലാം കണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഹണി മ്യൂസിയത്തിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ വ്ലോഗുമായിട്ട് വരുന്നതാണ്. പാർട്ട് 3 ആയിട്ട് വരാം. ബൈ.